ഈ തൈര് വളരെ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് രാത്രി കുറേ അധികം കഴിക്കുന്ന കുറെ ആളുകളുണ്ട് കേട്ടോ. നിങ്ങളോടാണ് പറയാനുള്ളത്. പരമാവധി നിങ്ങൾ രാത്രി തൈര് കഴിക്കുന്ന ഒരു പ്രവണത ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആയുർവേദത്തിൽ തൈരിനെ കുറച്ചൊരു ഗുരു നേച്ചർ, ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ശരീരത്തിലെ കഫത്തിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസിയും ഈ തൈരിന് നന്നായിട്ടുണ്ട്. രാത്രി നമ്മുടെ അഗ്നി നന്നായിട്ട് കുറഞ്ഞു വരുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ ദഹിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങൾ കൊണ്ടിടുമ്പോൾ അത് കുറച്ചൊരു ഫെർമെന്റഡ് ആയിട്ടുള്ള പ്രോസസ് ആക്കാനും അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ നിങ്ങൾക്ക് ജലദോഷം, ചുമ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത്തരം പ്രശ്നത്തിനെ കൂട്ടാനും ഈവൻ കോൺസ്റ്റിപ്പേഷൻ അവരെ കൂട്ടാനും വളരെയധികം ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി രാത്രി കഴിക്കുന്നത് ഒഴിവാക്കുക. വല്ലപ്പോഴും മാസത്തിൽ ഒന്ന് രണ്ട് വട്ടമൊക്കെ കഴിച്ചെന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നിരന്തരമായിട്ട് കഴിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള മോരുണ്ടല്ലോ, സംഭാരം പോലെ നിങ്ങൾക്ക് കുടിക്കാം. അതിൽ കുറച്ച് ജീരകം, ഇഞ്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വളരെ ലൈറ്റ് ആയിട്ട്, കാരണം ഇത് അത്രയും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ എല്ലാവരും തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേ ഹെൽത്തി.